നാളെ ATM കാർഡ് തരുന്നുണ്ടോ? ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നത്. ഞാൻ പല സാധനങ്ങൾ മേടിക്കും. എനിക്ക് പൈസ വേണമെന്ന്. 1500 രൂപ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇനി തന്നാ അത് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് വേറെ ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. ആരും കൊണ്ട് തരും. ഞാൻ എന്റെ ഇലവിലല്ലേ ഇവിടെ കഴിക്കുന്നേ. എന്റെ ഇലവിൽ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ആവശ്യമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് 1500 രൂപ വേണം. പിള്ളേർക്ക് ഞാൻ ഇവിടെ മേടിച്ചു കൊടുക്കുന്നു. എനിക്ക് പല ആവശ്യത്തിനും ഉണ്ട്. എനിക്ക് ഇച്ചിരി സാധനം മേടിക്കാനുണ്ട്. അതുകൊണ്ടാണ് എന്റെ പൈസ. എനിക്ക് പൈസ വേണം. ഇതെന്നെ ഇടപാടാന്നേ. ആ കാർഡ് ഇങ്ങനെ കാർഡ് ATM കാർഡ് താ. എനിക്ക് എന്തൊരു പട്ടം നോക്കണത്. പിന്നെ എനിക്ക് 10 രൂപ കിട്ടുന്നു. എനിക്ക് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി ഇച്ചിരി സാധനം മേടിക്കാൻ വേണ്ടിയാ. നിങ്ങൾ പള്ളിയിൽ പോയി സമാധാനത്തിന് പോയിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് അതിന് എനിക്ക് വെളിയിൽ അവര് വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് അവിടെ നിൽക്കുന്നു. എനിക്ക് പോണോ? പിള്ളേർക്ക് എന്നെ മേടിച്ചു കൊടുക്കാനായിട്ട്. പിള്ളേർക്ക് ഞാനല്ലേ ഇവിടെ മേടിച്ചു കൊടുക്കുന്നത്. എന്താ സാരമില്ല. പിന്നെ എനിക്ക് എന്റെ സന്തോഷത്തിന് ഞാൻ പല സാധനങ്ങളും മേടിക്കും. പിന്നെ തരാൻ പറ്റൂലേ? ഞാൻ പൈസ വന്നിട്ടുണ്ട്. 1500 രൂപ പെൻഷൻ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. ഏത് പിള്ളേര്? ഞാൻ പിന്നെ ആരാ പോ? അതുകൊണ്ട് പോകും. എനിക്ക് വേണമല്ലോ. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് അവര് വെളിയിൽ നിൽക്കും. എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട്. എനിക്ക് തരുന്നുണ്ടല്ലേ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. തരാൻ പറ്റുമോ ഇല്ലയോ? നീ വീഡിയോ എടുക്കുന്നുണ്ട്. അതെ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ലഹരി കഴിച്ചിട്ട് ലഹരിക്ക് അടിമയായിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെ ഓക്കെ. അല്ല, ഞാൻ കഞ്ചാവ് അടിക്കാൻ വേണ്ടി ചോദിച്ചല്ല. ഇതൊക്കെ ഒരു ചെറിയൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ ചെയ്തതാണ്. എണീക്കമ്മേ. ഞാൻ ഇടയ്ക്ക് അമ്മയോട് എണീറ്റ് വരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അമ്മ എണീറ്റ് വന്നില്ല. ദേ അഭിനയിക്കുമ്പോൾ ഇച്ചിരി എണീറ്റൊക്കെ വരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. പക്ഷേ അമ്മ അതെല്ലാം മറന്നു. എന്നാലും അമ്മയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആരും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന. അപ്പന്മാരായാലും മക്കളായാലും എല്ലാവരും ലഹരിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം ആരും അതിലേക്ക് ഇറങ്ങാതിരിക്കുക. അടിപൊളി ജീവിതമാണ്. അതൊക്കെ ആസ്വദിക്കുക. ഓക്കെ, താങ്ക് യു.